നമസ്കാരം. ഒരു വാർത്താ വിശകലന വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു ഭക്തി നിർഭരമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല. ഭക്തി നിർഭരം എന്ന് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 2 വർഷമായിട്ട് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാറുള്ളതുകൊണ്ട് ഇത് നേരിട്ട് കാണാറുണ്ട്. ഇതിൻ്റെ ഭക്തി സൈഡ് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവാറുണ്ട്. ഈ 2-3 ദിവസങ്ങളിൽ ഈ പൊങ്കാലയോട് അനുബന്ധിച്ചിട്ടുള്ള 2-3 ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ ഇങ്ങടേക്ക് വരുന്നതും അവരതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതുമൊക്കെ വളരെ കൗതുകത്തോടെയാണ് ഞാൻ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് മുൻപ് വരെ ഞാൻ വിചാരിച്ചിരുന്നത് ആറ്റുകാൽ പൊങ്കാല എന്നാൽ ആറ്റുകാൽ ക്ഷേത്രം, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, അവിടേക്ക് ഒരു വലിയ കൂട്ടം ആളുകൾ എത്തുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് എന്നുള്ളതാണ്. പിന്നീടാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലായത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ എനിക്ക് തോന്നുന്നു ഇരുവശങ്ങളിലും ഭക്തജനങ്ങൾ അണിനിരന്ന് അടുപ്പുകൾ കൂട്ടി പൊങ്കാല അർപ്പിക്കാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും അത്രയധികം ആളുകൾ വരുന്ന, നേരിട്ട് ഒരു തവണ ഒന്ന് കാണേണ്ട ഒരു ദിനം തന്നെയാണ് ഈ പൊങ്കാല ദിനം എന്ന് പറയുന്നത്. വാർത്താ വിശകലനത്തിൽ പൊങ്കാലയെ കുറിച്ചിട്ടല്ല, പൊങ്കാല ദിനത്തിൽ ജനങ്ങളെ കാണാൻ ഇറങ്ങിയ തിരുവിതാംകൂർ രാജവംശത്തിലെ ഇപ്പോഴത്തെ ആളുകളെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ആചാരം കഴിഞ്ഞ 2 വർഷമായിട്ട് ആചരിക്കപ്പെടുന്നത്? കുറേയധികം ആളുകൾ പറയുന്നു പണ്ട് മുതൽ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഭൂരിപക്ഷം ആളുകളും തദ്ദേശവാസികളും പറയുന്നു അല്ല, ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക നഗര പ്രതിഷ്ഠാനാണ്. ഇതിൻ്റെ ചില കാര്യങ്ങളിലേക്ക്, ഇതിൻ്റെ ചില ചിന്തയിലേക്ക് ഒന്ന് പോവേണ്ടതുണ്ട്. ഈ ഒരു അവസരത്തിൽ ആളുകളുടെ രാജഭക്തി പലപ്പോഴും എന്നെ അലോസരപ്പെടുത്താറുണ്ട്. അങ്ങനെ ഒരു രാജഭക്തി നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിന് അത്രയധികം ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് ചിന്തിച്ചാൽ മതി. അല്ലാതെ രാജഭക്തി ആളുകൾ കാണിക്കുന്ന സമയത്ത് അതിൽ അസൂയ കൊണ്ടാണ് എന്ന് ആളുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത ആ ഒരു അടിമ ഉടമ മനോഭാവവും വിധേയത്വവും കൊണ്ടാണ്. ഈ ചർച്ചകളൊക്കെ കാണുന്ന സമയത്ത്, ഈ ഒരു അമിത വിധേയത്വം കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇഞ്ചക്കാട് ബാലേന്ദ്രൻ്റെ ഒരു കവിതാ ശകലമാണ്. അതിങ്ങനെയാണ്: ഭൂമുഖത്തെത്തി ഞാൻ കൺമിഴിക്കും മുൻപ് ഭൂമി പകുത്ത് കഴിഞ്ഞിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഭൂമിയിലേക്ക് വന്ന സമയത്ത് തന്നെ ഭൂമിയൊക്കെ ഓൾറെഡി വീതം വെച്ച് ഓരോ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ മുൻ തലമുറക്കാർ വരുന്നതിന് മുൻപ് തന്നെ വീതം വെപ്പ് കഴിഞ്ഞിരുന്നു. ഈ ലോകത്ത് എല്ലാ ജീവികളുടെയും ഘടന എന്ന് പറയുന്നത്, ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതിനകത്ത് ശരിക്കും ബയോളജിക്കലി വലിയ വേർതിരിവുകളൊന്നുമില്ല. എന്നാൽ നമ്മളിവിടെ ഇഷ്ടം പോലെ വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യനുണ്ടാവുന്ന ഒരു കാലഘട്ടം അത് ഏതാണ് എന്നുണ്ടെങ്കിൽ കൂടെ ആ ഒരു കാലഘട്ടം മുതൽ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഇവിടെ തുല്യ അവകാശമായിരുന്നു. പിന്നീടാണ് ഇതിങ്ങനെ പകുത്ത് ഓരോ ആളുകളും എടുത്തത്. അതിൽ ചില ആളുകൾ പ്രബലന്മാരായി, ചില ആളുകൾ ദുർബലന്മാരായി. പ്രബലന്മാരായിട്ടുള്ള ആളുകൾ അവർക്കിടയിൽ അയിത്തം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു, ജാതി വേർതിരിവുകൾ കൊണ്ടുവന്നു. ഈ കയ്യിൽ അടക്കി പിടിച്ച ഭൂമി, സ്വത്തുവകകൾ അത് ദീർഘകാലം അനുഭവിക്കാൻ വേണ്ടി അവർ വലിയ വേർതിരിവുകൾ കൊണ്ടുവന്നു. ആളുകളുടെ ഉള്ളിലേക്ക് ഈ ഒരു അടിമ ഉടമ മനോഭാവം, ജാതി മനോഭാവം, അയിത്ത മനോഭാവം ഒക്കെ ഇട്ടുകൊടുത്തു. ആദിമ മനുഷ്യ ചരിത്രം മുതൽ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അനർഹമായിട്ടാണ് വലിയ അളവിൽ രാജകുടുംബങ്ങൾ ഭൂമി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൈവശപ്പെടുത്തിയ ഭൂമിയുടെ മേൽ അവർ അധികാരം സ്ഥാപിക്കുന്നതിനെ രാജഭക്തിയോടെ നോക്കിക്കാണുന്ന ആളുകൾ എന്ന് പറയുന്നത് എത്രത്തോളം പരാജയ ചിന്താഗതിയാണ്. അതേപോലെ നമ്മളുടെ പൂർവികരെ അടിമയാക്കി വെച്ചതിൻ്റെ റാൻ മൂളലാണോ, നന്ദി പ്രകാശനമാണോ അവിടെ കാണിക്കുന്ന ഒരു വിധേയത്വം? രാജഭക്തി കാണിക്കുന്ന ആളുകളുടെ പൂർവികരിൽ നിന്ന് മുലക്കരം തലക്കരം പോലെയുള്ള കാര്യങ്ങളൊക്കെ പിരിച്ചെടുത്ത ആളുകളോട് എന്തിനാണ് ഇത്ര വിധേയത്വം? അവര് സ്വമേധയാ സ്വമനസ്സോടെ കൊടുത്തതായിരുന്നു ഈ ഒരു മുലക്കരവും തലക്കരവും ഒക്കെ. അതേപോലെ തിരുവിതാംകൂർ രാജവംശം എന്ന് പറയുന്നത് അത്രയധികം പ്രൗഢഗംഭീരമായിട്ടുള്ള ചരിത്രം പറയാനുള്ള, അത്രയധികം ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു രാജവംശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും രാജവംശങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്പത്ത് അത്രയധികം കേന്ദ്രീകരിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കയ്യിലാണ്. എനിക്ക് തോന്നുന്നു വളരെ ദീർഘകാലം അടിമ സമ്പ്രദായം പോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനകത്തും തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു പങ്ക് ചെറുതല്ലാത്ത രീതിയിലുണ്ട്. അതിന്റെ കൂടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ഒരു പ്രചാരണമാണ് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ തിരുവിതാംകൂർ രാജവംശം കൊടുത്ത സംഭാവനകൾ. അതൊക്കെ ഈ കാലഘട്ടത്തിൽ എടുത്ത് പറയുന്നത് പോലും, അല്ലെങ്കിൽ അത് എടുത്ത് പറയുന്ന ഒരു PR പ്രൊമോഷൻ പോലും ഒരു അജണ്ടയാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാളോട് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പോഴും ഈ ഒരു രാജകുടുംബത്തിൻ്റെ, രാജവംശത്തിൻ്റെതായിട്ടുള്ള അധികാരങ്ങൾ, പ്രഹസനങ്ങൾ, പ്രകടനങ്ങൾ ആഘോഷിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഒരു വിരോധാഭാസമാണ്. അത് കാണുന്ന നമ്മൾക്കും അത് അനുഭവിക്കുന്ന അവർക്കും ഒരു കോമഡി ആയിട്ട് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. രാജഭക്തി എന്നുള്ളതാണ് പറയുന്നത്. ഭക്തി എന്ന് പറയുന്ന ഒരു സാധനം വളരെ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ആരാണ് ഈ രാജഭക്തി ഇത്രയധികം ആഘോഷിക്കുന്ന ആളുകൾ? ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. രവി നദിയിലെ അണക്കെട്ട് സാധ്യമാക്കി മോദി സർക്കാർ, പാകിസ്ഥാനിലേക്ക് ഇനി ജലം ഒഴുകില്ല. ജമ്മു കാശ്മീരിനും പഞ്ചാബിനും പ്രയോജനം, പാകിസ്ഥാനിലേക്ക് ഇനി ജലം ഒഴുകില്ല. ജനം TVയുടെ ഒരു പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഇങ്ങനെയാണ്: എന്നും മോദിജിക്കൊപ്പം, ശരിയായ തീരുമാനം, ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ, വന്ദേ ഭാരതം, റൈറ്റ് ഡിസിഷൻ, ജയ് ശ്രീറാം, ജയ് ശ്രീകൃഷ്ണ, വന്ദേ ഭാരതം.
എത്ര ഗംഭീരമായിരിക്കുന്നു. പഞ്ചാബിനും കാശ്മീരിനും ഗുണം ചെയ്യുമല്ലോ. ജയ് മോഡിജി, ജയ് ഭാരത്. പ്രണാമം എൻ്റെ പ്രിയപ്പെട്ട മോഡിജിക്ക്. ഒരുപാട് കാലം ഭാരതം ഭരിക്കട്ടെ. ജയ് ശ്രീരാമ, ജയരാമ ജയരാമ, ജയരാമ ശ്രീരാമ, ജയരാമ ജയരാമ. മോദിജി എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങൾക്ക് 100% പ്രയോജനമുള്ളത്. താങ്കൾ ഭാരതത്തിന്റെ അഭിമാനമാണേ. മോദി നീണാൾ വാഴട്ടെ. ഇതാണ് ഒരു യഥാർത്ഥ രാജാവ്, സിംഹം തന്നെ. അങ്ങ് ഭരിക്കുന്ന ഈ രാജ്യത്തിലെ ഒരു പ്രജയായിരിക്കുന്നതിൽ നിറഞ്ഞ സന്തോഷം. ദീർഘായുസോടെ ഒരുപാട് കാലം രാജ്യത്തെ നയിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സാധിക്കും, പക്ഷെ നടപ്പിലാക്കാൻ മോഡിജി മാത്രം. മോദിയുടെ തീരുമാനം സൂപ്പറാണ്. മാലിദ്വീപ് ഇപ്പോൾ ഇല്ല. എത്ര പെട്ടെന്നാണ് മാലി ഇല്ലാതായത്? ഈ ഒരു കമന്റുകളിൽ ഒലിക്കുന്ന വിധേയത്വം, ഭക്തി നിങ്ങൾ ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി കേരളത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പുളകം കൊള്ളിച്ചത് ഈ ഒരു വിധേയത്വം, ഈ ഒരു ഭക്തിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇങ്ങടേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ നിലം തൊടിപ്പിക്കത്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഭക്തന്മാരുടെ ആ ഒരു ഭക്തി പ്രകടനം അദ്ദേഹം വല്ലാതെ ആസ്വദിക്കുന്നുണ്ട്. ആ ഒരു ആസ്വാദനത്തിൽ നിന്നിട്ടാണ് പലപ്പോഴും ഇവിടെയുള്ള BJP നേതാക്കളടക്കം ചില സാധനങ്ങളൊക്കെ അങ്ങോട്ട് അടിച്ചു വിടുന്നത്. നമ്മുടെ സുരേഷ് ഗോപിജി ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും അദ്ദേഹത്തെ നിലനിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ അണികളുടെ ആ ഒരു ഭക്തിയാണ്. അദ്ദേഹം ചാരിറ്റിയുടെ പൊളിറ്റിക്സ് ആണ് പലപ്പോഴും ചെയ്യുന്നത്. ഭക്തർക്ക് ഗിഫ്റ്റുകൾ, സമ്മാനങ്ങൾ, പ്രതിഫലങ്ങൾ കൊടുക്കുന്നതിൽ അദ്ദേഹം ഉത്സുകനാണ്. ഇത് BJPയുടെ പൊതുവായിട്ടുള്ള ഒരു രീതിയാണ്. തിരുവനന്തപുരത്തും ഇതൊരു ആചാരമാക്കുന്നതും ആ ഒരു ആചാരത്തിനെതിരെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആചാര ലംഘനമാക്കുന്നതും ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വെച്ചിട്ട് തന്നെയാണ്. ഇനി ഈ ഒരു നഗര പ്രദക്ഷിണത്തെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ആചാരങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. 4 പതിറ്റാണ്ട് മുൻപ് തിരുവനന്തപുരത്ത് പൊറുതി തുടങ്ങിയ കാലത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിന് ഒരു ചായ്പിന്റെ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. 40 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് പ്രാദേശികമായി പോലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ജോലിക്കാരികൾ തൊഴുന്ന സ്ഥലമായിരുന്നു ആറ്റുകാൽ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ മുഖേനയാണ് കോവിൽ പബ്ലിസിറ്റി നടന്നത്. പൊങ്കാലയ്ക്ക് ചെന്ന് അമ്പലമുറ്റത്ത് അടുപ്പ് കൂട്ടുക എന്നത് വലിയ വീട്ടിലെ കൊച്ചമ്മമാർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്തുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ പൊങ്കാല ദിനത്തിൽ ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ മതത്തിന്റെ സ്ഥാപനങ്ങളും, എല്ലാ മത ദേവാലയങ്ങളും എല്ലാം അവരുടെ വാതിലുകൾ തുറന്നിടും. അവിടെ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കും. ഇപ്പോൾ പൊങ്കാല ദിനത്തിൽ അടുപ്പ് കൂട്ടുന്ന ചേച്ചിമാർക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കും. അത് ഈ ഒരു നാടിൻ്റെ രീതിയാണ്. അത് കേരളം ഒട്ടാകെ അങ്ങനെയാണ് അനുഷ്ഠിക്കപ്പെടുന്നത്. എന്നാൽ ഈ കൊട്ടാരം ഉണ്ടല്ലോ, എഴുന്നള്ളപ്പിന് ആളുകൾ ഇറങ്ങി വന്ന ആ ഒരു കൊട്ടാരത്തിൻ്റെ ഗേറ്റ് അത് തുറക്കാറില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ വിശാലമായിട്ടുള്ള ആ ഒരു തൊടിയിലോ പറമ്പിലോ അതിൻ്റെ മൈതാനത്തോ ഈ പൊങ്കാല അർപ്പിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറില്ല. അവർ പൊങ്കാല അർപ്പിക്കാറുണ്ടോ? ആ ഒരു പൊങ്കാല നേദ്യം ഭക്ഷിക്കാനായിട്ട് റെഡിയാവുമോ? ഇതുപോലുള്ള പല ചോദ്യങ്ങളും നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ ചോദിക്കാറുണ്ട്. അന്നത്തെ കുലസ്ത്രീകൾ പ്രധാനമായി സന്ദർശിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി കോവിൽ, പാളയം, നിയമസഭാ മന്ദിരത്തിന് സമീപം ഹനുമാൻ കോവിൽ എന്നിവിടങ്ങളായിരുന്നു. ആറ്റുകാലിൽ വൈകുന്നേരം 5-10 സ്ത്രീകൾ വന്നെങ്കിലായി. പൊങ്കാല ദിവസം ഏറിയാൽ 500 പേർ വരും. അവർ അമ്പലപ്പറമ്പിലും തൊട്ടടുത്തുള്ള ഏലയിലും നെൽവയൽ അടുപ്പുകൂട്ടി തെരളിയപ്പം ചുട്ട് വീട്ടിൽ കൊണ്ടുപോകും. ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ പറയുന്ന കഥകൾ കേട്ട് ചില കൊച്ചമ്മമാർ തനിക്ക് കൂടി വേണ്ടി പൊങ്കാലയിടാൻ അവരെ ചുമതലപ്പെടുത്തും. സമാന രീതിയിൽ 2 ദേവീക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. മരുതൻകുഴി ഉദയന്നൂർ ദേവിയും മഞ്ചാടിമൂട്ടിലെ തൊഴുവൻ കൊടി ദേവിയും. 3 പേരും കസിൻസായി അറിയപ്പെട്ടു. ഇതിൽപ്പെട്ട മറ്റൊരു കസിൻ തമിഴ്നാട്ടിലെ മണ്ടക്കാട് ദേവിയായിരുന്നു. പുണ്യം പൂർണ്ണമായി കിട്ടാൻ ഈ 4 ദേവിമാരെയും വണങ്ങണം. ഇവയെല്ലാം സ്വകാര്യ ട്രസ്റ്റുകൾ നടത്തുന്നവയാണ്. കാലം കടന്നു പോകവേ സമൂഹത്തിൽ സ്ത്രീകൾ കൂടുതൽ അരക്ഷിതരായി. പുരുഷ മേൽക്കോയ്മയും നിയന്ത്രണവും കാരണം വീർപ്പ് മുട്ടിക്കഴിഞ്ഞ സ്ത്രീകൾ ഈ ദേവിമാരെ സന്ദർശിക്കാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സുവർണ അവസരമായി ഇത് മാറിയതോടെ കൂടുതൽ സ്ത്രീകൾ ദേവി ഭക്തകളായി. പഴമ കൊണ്ടും പത്മനാഭ ക്ഷേത്രവുമായുള്ള ദൂരം കുറവായതിനാലും ധാരാളം സ്ത്രീകൾ ആറ്റുകാലിലെത്തി. 2000-ന് ശേഷം സമൂഹത്തിൽ ഭക്തി കണക്കെ പടർന്നതോടെ ആറ്റുകാലിന്റെ ഖ്യാതിയും വർദ്ധിച്ചു. ഒരു ദിവസത്തെ പൊങ്കാല ഉത്സവം ആദ്യം 2, 5, 7 ഒക്കെയായി വർദ്ധിച്ചു. സ്ത്രീകൾക്കൊപ്പം കുട്ടികളും ദേവിയെ തൊഴാൻ എത്തിയതോടെ അവരെ പങ്കെടുപ്പിച്ച് കുത്തിയോട്ടം എന്ന കലാപരിപാടി തുടങ്ങി. പ്രാദേശിക ഗാനമേളകളും കഥാപ്രസംഗവും മെഗാ പരിപാടികൾക്ക് വഴിമാറി. മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ ലോകമെങ്ങും ആറ്റുകാൽ അറിയപ്പെട്ടു. തിരട്ട കണക്കെ പൊങ്കാല ഇഴഞ്ഞിഴഞ്ഞ് ഏതാണ്ട് 6 കിലോമീറ്റർ നീളത്തിലായി. 1.5 ലക്ഷം സ്ത്രീകൾ എത്തുന്നത് പെരുപ്പിച്ച് 30 ലക്ഷം വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷമായി തുടങ്ങിയ പുതിയ ഏർപ്പാടാണ് രാജാവിന്റെ എഴുന്നള്ളത്ത്. തിരുവിതാംകൂറിലെ മുൻ രാജകുടുംബവുമായി ഈ കോവിലിന് പുലബന്ധമില്ല. കവടിയാർ കൊട്ടാരത്തിലെ ഒരു സ്ത്രീയും ആറ്റുകാലിൽ പൊങ്കാലയിടാറില്ല. അവരാരെങ്കിലും ആറ്റുകാൽ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. പാവപ്പെട്ട സ്ത്രീകളുടെ അമ്പലം പതുക്കെ അവരുടേതല്ലാതായി. പണവും ഉന്നതങ്ങളിൽ പിടിയുള്ളവർക്കും സിനിമാ സീരിയൽ നടിമാർക്കും മാത്രം കോവിലിൽ മുറ്റത്തും പരിസരത്തും പൊങ്കാലയിടാം.
സാധാരണ സ്ത്രീകൾക്ക് പെരുവഴിയിലും അതിന്റെ കൂടെയാണ് രാജാവിന്റെ റോഡ് ഷോ. ഇനി അത് ആചാരമായി ആഘോഷിക്കപ്പെടും. ദേവിയെ കൊട്ടാരവുമായി ബന്ധിപ്പിച്ച് കഥകൾ ഇറക്കും. ഇങ്ങനെയാണ് ഓരോ ആചാരങ്ങളും തുടങ്ങുന്നത്. വലിയ ശേലുകേടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ഒരു വലിയ ശേലുകേടാണ്. ഈ രാജകുടുംബം വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ അധികം കാലങ്ങളായില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ ഇന്റർവ്യൂവിനകത്ത് ഞാൻ കേട്ടത്. കാരണം അവർക്ക് ആ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു ടോൺ അവരുടെ പല അഭിമുഖങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തിരുനാൾ തമ്പുരാട്ടിയും അതേപോലെ തന്നെ മറ്റേ ആദിത്യവർമ്മ തമ്പുരാനും ഒക്കെ അവരുടെയൊക്കെ ചില പൊതുവെ നമുക്ക് വ്യക്തിപരമായിട്ട് ആരോടും ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും ഇവരുടെയൊക്കെ ചില സംസാരങ്ങളിൽ അല്ലെങ്കിൽ ഇവരെ ആളുകൾ നോക്കിക്കാണുന്ന ചില രീതികളിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിരോധാഭാസമാണ്. ഇതൊരു ശേലുകേടാണ്. ഈ ഒരു രാജഭക്തി കാണിക്കുന്ന ആളുകൾക്കും ഈ ഒരു രാജവംശത്തിന്റെ ചരിത്രമോ ഇപ്പോൾ ആരായിരിക്കണം രാജാവ് ഈ മുറപ്രകാരം എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഇപ്പൊ ഈ ആദിത്യവർമ്മ അല്ല എന്നുള്ളതാണ് എൻ്റെ ബലമായിട്ടുള്ള സംശയം. ഇങ്ങനെ വരുമ്പോഴത്തേന് ആ ഒരു മുറപ്രകാരം വരുമ്പോഴത്തേന് രാജാവ് ആവേണ്ട ഒരാൾ. എന്നാലും പലപ്പോഴും കമന്റ് ബോക്സുകളിൽ ആഘോഷിക്കപ്പെടുന്ന ആളുകൾ പറയുന്നു നമ്മളെ ഭരിക്കേണ്ട രാജാവാണ് കേട്ടോ, ചെറിയൊരു ബഹുമാനമൊക്കെ കൊടുക്കാം. എന്തിനു വേണ്ടിയാണ് ഈ വിധേയത്വം, ഈ ക്രിഞ്ചി വിധേയത്വം, ഒരുമാതിരി ലോല ഒലിപ്പിക്കൽ വിധേയത്വം എന്തിനു വേണ്ടിയാണ്? ഈ രാജഭക്തി, രാജഭരണം തിരിച്ചു വരണം, അതൊക്കെ പറയാൻ കൊള്ളാവുന്ന എന്തെങ്കിലും വർത്താനമാണോ? നമ്മളുടെ പൂർവികർക്ക് നമ്മൾ കൊടുക്കുന്ന ബഹുമാനമാണോ രാജാവിനെ ബഹുമാനിക്കുന്നത്? അവർ കാലഘട്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു പക്വത കാണിക്കണ്ടേ? അത് അവർ കാണിക്കത്തുമില്ല. പല സാഹചര്യങ്ങളിലും അദ്ദേഹത്തോട് നമുക്ക് സഹതാപം തോന്നും ആളുകൾ പരിഹസിക്കുന്ന സമയത്ത്. പക്ഷെ അതിനുള്ള വേദി ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ചെയ്യേണ്ടത്. അവർക്ക് ഒരാവശ്യമില്ല ഈ പറയുന്ന പ്രഹസനങ്ങളിലോട് പങ്കുചേരേണ്ട ഒരാവശ്യം അവർക്കില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള പ്രാതിനിധ്യത്തിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യം നമുക്കില്ല എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ച ആളുകൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന തരത്തിലേക്കൊക്കെ പിന്നീട് ചില സമിതികളൊക്കെ ഉണ്ടാക്കുന്നതും ചരിത്രത്തിൽ നമ്മൾ വായിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തതൊക്കെയാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തീവ്ര വലതുപക്ഷ ചിന്തയാണ് ഈ റാൻ മൂളൽ എന്ന് പറയുന്നത്. റാൻ മൂളാലിൻ്റെ രാഷ്ട്രീയം അത് ഭക്തിയുടെ രാഷ്ട്രീയം തന്നെയാണ്. ഭക്തി എങ്ങനെയാണ് വരുന്നത്? ഭക്തൻ എങ്ങനെയാണ്? ഭക്തൻ സറണ്ടർ ആവുകയാണ്, അടിയറ വെച്ചിരിക്കുകയാണ്. അവന് പാഷനില്ല, അവന് വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ല, അവൻ ഭക്തനാണ്. ഈ ജനാധിപത്യ സംവിധാനത്തിൽ പൊളിറ്റിക്സിൽ ഇടപെടാനായിട്ടോ ഭരിക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് സ്വന്തം പേരിൻ്റെ അറ്റത്ത് അലങ്കരിക്കാനായിട്ടൊക്കെ എല്ലാവർക്കും അവസരമുണ്ട്. പക്ഷേ ഇവൻ ചിന്തിക്കുന്നില്ല, ഭക്തൻ ചിന്തിക്കുന്നില്ല. ഭക്തനില്ല, കാരണം തമ്പുരാനല്ലേ അത് ചെയ്യാനുള്ള അധികാരമുള്ളൂ. നമ്മൾ ആരാണ്? നമ്മൾ വെറുതെ റാൻ മൂളുക. തമ്പ്രാൻ പറയുന്നു വോട്ട് ചെയ്യാൻ, തമ്പ്രാൻ വോട്ട് ചെയ്യാൻ, വോട്ടിങ് തന്നെ താല്പര്യമില്ല, നമുക്ക് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ്. എനിക്കറിയില്ല, നമ്മൾ പുതിയ കാലഘട്ടത്തിൻ്റെ ആളാണല്ലോ, അതുകൊണ്ട് ചിലപ്പം ഇവിടെയുള്ള റാൻ മൂളികളുടെ അത്രയും ബുദ്ധി ഉണ്ടാവില്ല. ഏതായാലും റാൻ മൂളികളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. റാൻ മൂളികൾക്കും അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടുള്ള അവസരം കമൻറ്റ് ബോക്സിലുണ്ട്. നന്ദി.